الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صل وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ മാഇദ 26-27 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ആദ്യത്തെ ആയത്ത് കഴിഞ്ഞ ആയത്തിന്റെ തന്നെ തുടർച്ചയാണ്. ആ രണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തികൾ ബനി ഇസ്രായേലുകളോട് പറയുകയാണ്, അള്ളാഹുവിന്റെ മേൽ ഫതവക്കലു, നിങ്ങൾ ബരമേൽപ്പിക്കുകയും, കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെ ഏൽപ്പിക്കൂ കാര്യങ്ങളൊക്കെ. നിങ്ങൾ എന്തിനാണ് ആ ജനങ്ങളെ പേടിക്കുന്നത്? നിങ്ങളുടെ തടസ്സം എന്തിനാണ്? നീങ്ങിക്കിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൂടെ എന്നാണ് അവരോട് വ്യംഗ്യമായി ചോദിക്കുന്ന. അടുത്ത ആയത്തിൽ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഖാലു, അവർ ബനി ഇസ്രായേലുകൾ പറഞ്ഞു, യാ മൂസ, ഹേ മൂസ, ഇന്നാ നിശ്ചയമായും ഞങ്ങൾ ലന്നദുഖുലഹ, ഞങ്ങൾ ഒരിക്കലും പ്രവേശിക്കില്ല, അബദൻ ഒരിക്കലും, ഞങ്ങൾ ഒരിക്കലും അവിടേക്ക് പ്രവേശിക്കില്ല, മാദാമു ഫിഹ, അവരവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം. ആ പരാക്രമികളായ, ആ പോക്കിരികളായ മനുഷ്യർ അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഒരിക്കലും ആ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് ധിക്കാരത്തിന്റെ ദാർഢ്യത്തിന്റെ വാക്കാണ് മൂസാ നബിയോട് ആ ബനി ഇസ്രായേലുകൾ പറഞ്ഞത്. ഇതുകൊണ്ടാണ് അവർ കാലാകാലത്തേക്ക് വഴിപഴച്ചു പോകാനുള്ള കാരണം. അള്ളാഹുവിൽ തവക്കുലാക്കിയില്ല, യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ടില്ല. ഫദ്ഹബ്, താങ്കൾ പോയിക്കൊള്ളുവീൻ, അപ്പോൾ താങ്കൾ പോയിക്കൊള്ളുവീൻ, അന്ത, താങ്കളും, റബ്ബുക, താങ്കളുടെ റബ്ബും പോയി, ഫഖാതില, നിങ്ങൾ രണ്ടുപേരും പോയി അവരോട് യുദ്ധം ചെയ്തുകൊള്ളൂ എന്നുള്ള അങ്ങേയറ്റത്തെ അതികഠിന കഠോരമായ ധിക്കാരത്തിന്റെ വാക്ക് പറയുന്നു. നോക്കൂ നിങ്ങൾ ബനി ഇസ്രായേലുകൾ, ഫദ്ഹബ് അന്ത വറബ്ബുക, എന്നാൽ നീയും നിന്റെ റബ്ബും പോയി, ഫഖാതില, യുദ്ധം ചെയ്തുകൊള്ളൂ അവരോട്. ഞങ്ങളില്ല എന്നാണ് അവർ പറയുന്നത്. നിശ്ചയമായും ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരാകുന്നു. ആ രാജ്യത്തിന്റെ പുറത്ത്, അതിന്റെ പുറംഭാഗത്ത് സുരക്ഷിതമായ മേഖലയിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരാകുന്നു, ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബിയെ പരിഹസിക്കുന്നതാണ് കാണുന്നു. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ കോപത്തിൽ അവർ പത്രീഭൂതരായി അങ്ങേയറ്റം പിഴച്ചു പോവുകയാണ് ഉണ്ടായത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.